അല്ല, നിങ്ങളല്ലേ അന്ന് പറഞ്ഞത് ട്രാൻസ്പോർട്ട് മന്ത്രി സുന്ദരനാട അല്ലെന്ന്? അങ്ങേര് തന്നെ ആണെങ്കിൽ താൻ പോയി ബസ്സിൽ കയറി ഇരുന്നു. അന്തസ്സുള്ളവരായ പറഞ്ഞ വാക്കിന് വില വേണം മിസ്റ്റർ. അന്തസ്സിനെ പറ്റി താൻ കൂടുതൽ സംസാരിക്കണ്ട. അന്തസ് കൂടി ഉണ്ടായിരിക്കും പെമ്പിള്ളാന്ന് പറയാൻ വായുവൊക്കെ ഇറക്കുന്നത്. സ്ത്രീയും പുരുഷനും കണ്ടുമുട്ടിയാൽ പരസ്പരം ഇഷ്ടപ്പെട്ടാൽ അയാളെന്താ തെറ്റ്? ഇഷ്ടപ്പെട്ടാലല്ലേ? ഇഷ്ടപ്പെടാനും പ്രേമിക്കാനും വേണ്ടിയല്ലേ പുറകെ നടക്കുന്നത്. പ്രേമം ഇത്ര ഒരു അലവലാതി പരിപാടി ഈ ലോകത്തിലില്ല. റോമിയോ ജൂലിയറ്റ് എന്ന് കേട്ടിട്ടുണ്ട്. ആ, ലോകം മുഴുവൻ കരഞ്ഞ പരിശുദ്ധ പ്രേമം. അവരെന്താ അലവലാദികളാ? ആണേലും അല്ലേലും അവസാനം ചത്തില്ലേ രണ്ടും? എന്നാ പിന്നെ ഈ കോളേജിലും സ്കൂളിലൊക്കെ അത് പഠിപ്പിക്കുന്നതിനാ? അതൊരു ചോദ്യ മേജർ സാർ, അതൊരു ചോദ്യ. എടാ മരമണ്ടന്മാരെ, ഇതൊക്കെ പഠിപ്പിക്കുന്നത് നിന്നെ പോലുള്ള ഒരു പെമ്പിള്ളാടെ പുറകെ വായു കിടക്കാതിരിക്കാൻ വേണ്ടിയാ. മനസ്സിലായോ? അല്ല, നിന്നെയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നല്ല കുടുംബത്തിൽ പിറന്നവരാരും ഈ നാറിയ പണിക്ക്. കുടുംബത്തെ പറ്റി പറഞ്ഞ അടിച്ചെന്നെ പല്യൻ. ഇനിയും പറയും, നല്ല കുടുംബത്തിൽ പിറന്നവരാരും ഈ നാറിയ പണിക്ക് പോവില്ല. തന്റെ കുടുംബം നല്ലതാണോ? എന്താ സംശയം? തനിക്ക് പെമ്മക്കളുണ്ടോ? ഉണ്ടെങ്കിൽ അവൾ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ നല്ല കുടുംബത്തിൽ പിറന്ന തന്റെ മകള് ആരെങ്കിലും പ്രേമിക്കുന്നതാണോ? അതിന് വേറെ ആരെങ്കിലും മകളായിരിക്കണം. ബെറ്റുണ്ടോ? ബെറ്റുണ്ട് മേജർ സാറേ, ഇത് നമ്മുടെ കുടുംബ പ്രശ്നമാണ്. ബെറ്റ് അടിക്കണം. എന്താ ബെറ്റ്? ബെറ്റ് എന്താ ബെറ്റ്? 3 മാസത്തിനുള്ളിൽ തന്റെ മകൾ ആരെങ്കിലും പ്രേമിക്കുന്നു എന്ന് ഞാൻ സ്ഥാപിച്ചാൽ താൻ ഈ ഒരു ദിവസത്തെ മീശെടുക്കണം. അയ്യേ, അത് കാണാൻ ഭയങ്കര വൃത്തിയായിരിക്കും. അല്ല, സപ്പോസ് അവൾ പ്രേമിച്ചില്ലെങ്കിലോ? അങ്ങനെ തല ഞാൻ മുട്ടയടിക്കും. മുട്ട അടിക്കണം. അത് നമുക്ക് പച്ച മുട്ട അടിക്കണം. അടിക്കണം. മുട്ട അടിക്കണം. എല്ലാം അടിച്ചാലേ എണ്ണിക്കോ? മാസം 3. എന്നാ മുട്ട അടിക്കാനുള്ള ദിവസം താനും എണ്ണിക്കോ. ഒന്നാം സാക്ഷി പാച്ചിപ്പിടണം.